ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വെക്കാവുന്ന ഒരു തക്കാളിക്ക പച്ചടിയാണ്. നോയമ്പിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതിനായിട്ട് ഞാൻ 2 തരത്തിലുള്ള തക്കാളിക്കയാണ് ഉപയോഗിക്കുന്നത്. വീഡിയോ കണ്ടു നോക്കുക. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മൺചട്ടി ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നല്ലതായിട്ട് പൊട്ടി വരണം. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. പച്ചമുളക് 1 ഉണക്കമുളക് 2 ഇതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും ഒരു പകുതി സവോള അല്ലെങ്കിൽ 20 ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും 20 ചെറിയ തക്കാളി ജാം ടൊമാറ്റോസ്, അത് ആ തക്കാളിക്കായി എടുക്കുമ്പം പച്ച തക്കാളിക്കായും വേണം, പഴുത്ത തക്കാളിക്കായും വേണം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. ഇത് വീണ്ടും ഒരു 5 മിനിറ്റ് മാത്രം വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വേകുന്ന തക്കാളിക്കാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടുത്തെ കുറച്ചുകൂടെ വേവുള്ളതും കൊണ്ടാണ് ഞാനൊരു 1/4 കപ്പിൽ താഴെ വെള്ളമാണ് ചേർക്കുന്നത്. അത് അടച്ചു വെക്കുക. അരയ്ക്കാനായിട്ട് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 15 ചുവന്നുള്ളി, അല്ലെങ്കിൽ പിന്നെ ചേർക്കേണ്ടത് കടുകാണ്. എല്ലാം കൂടെ നല്ലതായിട്ട് അരച്ചെടുക്കുക. തക്കാളിക്ക ഇവിടെ ഓൾമോസ്റ്റ് വേകാറായി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം മുഴുവൻ പറ്റി വരണം. തേങ്ങ ഇവിടെ നല്ല തിക്കായിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കുക. തീ ഏറ്റവും ലോ ആക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇത് നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. 1 കപ്പ് നല്ല കട്ട തൈര് ഒന്നടിച്ചെടുത്തതൂടെ ഇതിലേക്ക് ചേർക്കുക. ചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂട് മാത്രം മതി. ഇത് ഒരിക്കലും തിളയ്ക്കാനിടയാകരുത്. ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ പെട്ടെന്നുണ്ടാക്കാവുന്ന റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്